നിലമ്പൂരിൽ എം സ്വരാജ് LDF സ്ഥാനാർത്ഥി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റേതാണ് തീരുമാനം. നിലമ്പൂരിലേത് രാഷ്ട്രീയ പോരാട്ടമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. എസ് ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് തിരുവനന്തപുരത്ത് AKG സെന്ററിൽ ചേർന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് നിലമ്പൂരിലേക്കുള്ള LDFന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള M സ്വരാജാണ് CPIMന്റെ സ്ഥാനാർത്ഥി. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ മത്സരിക്കുക. ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കിയിരുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിർണയം കൃത്യമായ രീതിയിൽ തന്നെ പൂർത്തിയാക്കി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ളത്. അതിന്റെ പിന്നാലെയാണ് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതും. തുടർന്ന് വാർത്താ സമ്മേളനത്തിലാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവെന്ന നിലയിലും ഉയർന്നു വന്ന് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് സ്വരാജ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. നിലമ്പൂരിലേതായാലും ഇടതുപക്ഷത്തിൻ്റേത് രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരിക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട എന്നുള്ള കാര്യമാണ് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയത്. നിലമ്പൂരിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അത് PV അൻവറിൻ്റെ നിലപാട് മൂലം ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. പക്ഷേ അവിടെ ശക്തമായിട്ടുള്ള പോരാട്ടം അതും UDF തന്നെയായിരിക്കും തങ്ങളുടെ എതിരാളികൾ എന്നുള്ളതും CPIM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തു. അതിനൊപ്പം തന്നെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെയാണ് M സ്വരാജ് അവിടേക്ക് വാർത്താ സമ്മേളന ഹാളിലേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അദ്ദേഹം മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അതിൽ പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചത് വ്യക്തിപരമായ കാര്യങ്ങളല്ല, നിലപാടുകളുടെ രാഷ്ട്രീയം പറഞ്ഞ് തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് M സ്വരാജ് പ്രതികരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോരാട്ടം എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കും എതിരെയാണ്. ഏതെങ്കിലും വ്യക്തി എന്ന നിലക്കല്ല. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നമുക്ക് സൗഹൃദമുള്ളവരല്ലേ വ്യക്തിപരമായിട്ട്, എന്താ ഗുസ്തിയൊന്നും അല്ലല്ലോ. ഇത് ചില നിലപാടുകൾ, ആശയങ്ങൾ കേരളത്തെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കാനാണ്. ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളുടെ, മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ഒക്കെ ഒരു നിലയിലേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാനാണ് LDF ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കോ അങ്ങനെയൊന്നും നമ്മൾ ചുരുക്കി കാണാൻ പാടില്ല. ഏതായാലും നിലമ്പൂരിൻ്റെ സ്വന്തം നാട്ടുകാരൻ, അവിടുത്തെ ജനങ്ങൾക്കൊപ്പം തന്നെ വളർന്ന വ്യക്തി തന്നെയാണ് അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം തനിക്ക് പ്രത്യേകമായി തന്നെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി സ്വരാജ് വ്യക്തമാക്കുന്നു. അതിനൊപ്പം തന്നെ PV അൻവറിൻ്റെ വിഷയം ഇടതുപക്ഷത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. കാരണം PV അൻവറിൻ്റെ നിലപാട്, PV അൻവറിനെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് ആവശ്യമായിരുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങളെ അദ്ദേഹം വഞ്ചിച്ചു. അതേ തുടർന്നാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇടതുപക്ഷം എന്നും ജനങ്ങൾക്കൊപ്പമാണ്. ആ നിലപാട് തുടർന്ന് മുന്നോട്ട് പോകും. ആ നിലപാട് ഇനിയും ഉണ്ടാകണം. ഇനി മൂന്നാമതും ഇടതുപക്ഷം തന്നെ സംസ്ഥാനം ഭരിക്കണം എന്നുള്ളൊരു പൊതുവികാരം വലതുപക്ഷത്തുള്ളവർക്കിടയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അക്കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നം തന്നെയായിരിക്കും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുകൂടിയാണ് സ്വരാജ് വ്യക്തമാക്കിയത്. ഏതായാലും നിലമ്പൂരിലെ ചിത്രം കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇപ്പോൾ LDF കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ നാളെ മുതൽ നിലമ്പൂർ മണ്ഡലം കൂടുതൽ സജീവമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചിത്രം രണ്ട് മുന്നണികളുടെയും വ്യക്തമായതോടുകൂടി വലിയൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.